Hello everyone, welcome back to Plus 2 Botany class. Chapter 2 Sexual Reproduction in Flowering Plants ന്റെ 5th പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. And today's topic is post-fertilization events. അതിനു മുമ്പായി ഡബിൾ ഫെർട്ടിലൈസേഷന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കാം. So what all structures are formed? Primary endosperm nucleus or PEN form ചെയ്തു and zygote is formed. Zygote form ചെയ്തു, പ്രൈമറി എൻഡോസ്പേം സെല്ല് കൂടി ഫോം ചെയ്തു. ഇതൊക്കെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷന് ശേഷം കാണുന്ന ചേഞ്ചസ്. നെക്സ്റ്റ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയി മാറണം. പ്രൈമറി എൻഡോസ്പേം സെല്ല് ഡെവലപ്പ് ചെയ്ത് എൻഡോസ്പേം ആയി മാറണം. എങ്ങനെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ ഈ പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൈമറി എൻഡോസ്പേം സെല്ല് ഡിവൈഡ് ചെയ്ത് ട്രിപ്ലോയിഡ് എൻഡോസ്പേം ടിഷ്യൂ ഫോം ചെയ്യും. ഈ ടിഷ്യൂ സെൽസിന്റെ അകത്ത് ഫുഡ് മെറ്റീരിയൽസ് സൂക്ഷിച്ചു വെക്കും, റിസർവ് ചെയ്ത് വെക്കും. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ഡെവലപ്പിംഗ് എംബ്രിയോക്ക് ന്യൂട്രിയൻസ് ആയി യൂസ് ചെയ്യുന്നത് ഈ എൻഡോസ്പേം ആണ്. കോമൺ ആയി കാണുന്ന എൻഡോസ്പേം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് PEN ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന് ഫ്രീ ന്യൂക്ലിയസ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് PEN അണ്ടർഗോസ് ന്യൂക്ലിയർ ഡിവിഷൻ ആൻഡ് ഫോം ഫ്രീ ന്യൂക്ലിയസ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജിൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വാൾ ഫോർമേഷൻ നടക്കും. ഈ സ്റ്റേജിനെയാണ് സെല്ലുലാർ എൻഡോസ്പേം എന്ന് പറയുന്നത്. ഓക്കെ, സോ സെൽ വാൾ ഫോർമേഷന് ശേഷം എൻഡോസ്പേമിന് പറയുന്ന പേരാണ് സെല്ലുലാർ എൻഡോസ്പേം. ടെൻഡർ കോക്കനട്ടിൽ നിന്നും കിട്ടുന്ന കോക്കനട്ട് വാട്ടർ, അത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. അതിന് ചുറ്റും കാണുന്ന വൈറ്റ് കളറിൽ കാണുന്ന വൈറ്റ് കേർണൽ, അത് സെല്ലുലാർ എൻഡോസ്പേം ആണ്. ദാറ്റ് ഈസ് കോക്കനട്ട് വാട്ടർ ഈസ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആൻഡ് വൈറ്റ് കേർണൽ ഈസ് സെല്ലുലാർ എൻഡോസ്പേം. എൻഡോസ്പേം ആണ് എംബ്രിയോ ന്യൂട്രിയൻസ് ആയി യൂസ് ചെയ്യുന്നത്, അല്ലെ? എംബ്രിയോ ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള ന്യൂട്രിയൻസ് ആണ് എൻഡോസ്പേം. അതായത് എംബ്രിയോ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ എൻഡോസ്പേം ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഈ എൻഡോസ്പേം യൂസ് ചെയ്താണ് എംബ്രിയോ ഡെവലപ്മെന്റ്. പീ, ഗ്രൗണ്ട്നട്ട്, ബീൻസ് ഇതിൻ്റെയൊക്കെ കേസിൽ എംബ്രിയോ എൻഡോസ്പേം കംപ്ലീറ്റ് ആയി ഉപയോഗിക്കും. പക്ഷേ കോക്കനട്ട്, കാസ്റ്റർ ഇതിൻ്റെയൊക്കെ കേസിൽ എൻഡോസ്പേം നിലനിൽക്കും, പിന്നീട് സീഡ് മുളയ്ക്കുന്ന സമയത്താണ് ഉപയോഗിക്കുന്നത്. സോ ദർ ഈസ് എ ഡിഫറൻസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ എൻഡോസ്പേം ഫോർമേഷൻ കഴിഞ്ഞു. ഇനി സൈഗോട്ട് എങ്ങനെയാണ് എംബ്രിയോ ആയി ഡെവലപ്പ് ചെയ്യുന്നത് നോക്കാം. സോ യു ക്യാൻ സീ ഹിയർ സൈഗോട്ട്. ഇതാണ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. സോ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് പ്രോ എംബ്രിയോ ആയി മാറും. ദിസ് ഈസ് പ്രോ എംബ്രിയോ. പ്രോ എംബ്രിയോ then develops into globular embryo and then into heart-shaped embryo and mature embryo. Finally, അത് mature ചെയ്ത് mature embryo ആയി മാറും. So these are the different stages: zygote, pro-embryo, globular embryo and heart-shaped embryo and finally into mature embryo. രണ്ട് ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട്. സോ രണ്ട് ടൈപ്പ് എംബ്രിയോസിനെ പറ്റി പഠിക്കാം. ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് എംബ്രിയോ. ഇതാണ് typical dicot embryo. So let us study which are the different parts of a dicot embryo. Dicot, di means two, cot means cotyledon. So രണ്ട് കോട്ടിലിഡൻസ് കാണുന്നതുകൊണ്ടാണ് ഡൈക്കോട്ട് എംബ്രിയോ എന്ന് പറയുന്നത്. So and this is embryonal axis. ഇതാണ് embryonal axis and this region is called എപ്പികോട്ടൈൽ. ഈ ഒരു ഭാഗത്തിനെയാണ് എപ്പികോട്ടൈൽ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ഹൈപ്പോകോട്ടൈൽ. ഈ ഒരു ഏരിയ ഹൈപ്പോകോട്ടൈൽ ആണ്. എപ്പികോട്ടൈൽ ഏരിയ എൻഡ് ചെയ്യുന്നത് പ്ലൂമ്യൂൾ ഓർ സ്റ്റം ടിപ്പ് ആൻഡ് ഇതിൽ നിന്നാണ് സ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഹൈപ്പോകോട്ടൈൽ എൻഡ് ചെയ്യുന്നത് റാഡിക്കിൾ ഓർ റൂട്ട് ടിപ്പ്. റൂട്ട് ടിപ്പിനെ കവർ ചെയ്ത് കാണുന്ന ക്യാപ്പാണ് റൂട്ട് ക്യാപ്പ്. Okay, so these are the different parts of a dicot embryo. So once again, which are the different parts? How many cotyledons are seen here? Two cotyledons. That is why it is called a dicot. And embryonal axis and
epicotyl region. Epicotyl region then terminates in which part? Plumule or stem tip. And next part, hypocotyl region. Hypocotyl ends in radicle or root tip and it is covered by root cap. And next figure is monocot embryo. Mono means one, cot means cotyledon. So എത്ര cotyledons കാണാം? One cotyledon and that is called scutellum. Okay. എംബ്രിയോണൽ ആക്സിസിന്റെ ലാറ്ററൽ സൈഡിലായാണ് കോട്ടിലിഡൻ ഓർ സ്ക്യൂട്ടല്ലം കാണുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സീൻ ഓൺ ദ ലാറ്ററൽ സൈഡ് ഓഫ് എംബ്രിയോണൽ ആക്സിസ്. ആൻഡ് ഈ ഒരു റീജിയൻ ആണ് എപ്പികോട്ടൈൽ. എപ്പികോട്ടൈലിൽ കാണുന്ന പാർട്ടാണ് ഷൂട്ട് എപെക്സ്. ഷൂട്ട് എപെക്സ് കൂടാതെ ലീഫ് പ്രൈമോഡിയ കൂടി കാണാം. ഇതിന് എൻക്ലോസ് ചെയ്യുന്നത്, ഇതിന് കവർ ചെയ്ത് കാണുന്നത് ഏത് സ്ട്രക്ചർ ആണ്? ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ കോളിയോപ്റ്റൈൽ. കോളിയോപ്റ്റൈൽ ആണ് ഈ സ്ട്രക്ചേഴ്സിന് എൻക്ലോസ് ചെയ്യുന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ്, എംബ്രിയോണൽ ആക്സിസിന്റെ ലോവർ സൈഡിലായി കാണുന്ന സ്ട്രക്ചർ ആണ് റാഡിക്കൽ. റാഡിക്കലിനെ കവർ ചെയ്ത് കാണുന്ന സ്ട്രക്ചർ ആണ് റൂട്ട് ക്യാപ്. ഇത് രണ്ടും എൻക്ലോസ് ചെയ്തിട്ടുള്ളത് ഏതിലാണ്? കോളിയോറൈസ. ബോത്ത് ദീസ് ആർ എൻക്ലോസ്ഡ് ഇൻ കോളിയോറൈസ. ദീസ് ആർ ദ ഡിഫറെന്റ് പാർട്സ് ദാറ്റ് ആർ സീൻ ഇൻ മോണോകോട്ട് എംബ്രിയോ. ഇനി ഗൈനീഷ്യത്തിലേക്കൊന്ന് തിരിച്ചു വരാം. ഈ ഗൈനീഷ്യത്തിന്റെ ഡിഫറെന്റ് പാർട്സ് ഒന്നുകൂടി അനലൈസ് ചെയ്ത് എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് നോക്കാം. സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ദിസ് പാർട്ട് ഈസ് ദ ഓവറി ആൻഡ് ദിസ് ഈസ് ഓവ്യൂൾ. ഓവറിക്കകത്താണ് ഓവ്യൂൾ കാണുന്നത്. വേറെ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് കാണാം? ഇന്റെഗ്യുമെന്റ്സ് ആർ ദേർ, മൈക്രോപൈൽ, ന്യൂസെല്ലസ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പാർട്സ് ആണ് അല്ലെ. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ഓൾ ദീസ് പാർട്സ്? ഈ പാർട്സിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഓവറി. ഓവറി ആണ് ഫ്രൂട്ട് ആയി ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, ഓവ്യൂൾ. ഓവ്യൂൾ ഡെവലപ്സ് ഇൻ ടു സീഡ്. ഓവ്യൂൾ ആണ് സീഡായി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ. അത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. സൈഗോട്ട് എംബ്രിയോ ആയി ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഓവറി വാൾ. ഓവറി വാളാണ് ഫ്രൂട്ട് വാളായി ഡെവലപ്പ് ചെയ്യുന്നത് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പെരികാർപ്പ്. ദാറ്റ് ഈസ് ഓവ്യൂള് സീഡായി ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. സോ ഓവ്യൂളിനെ കവർ ചെയ്ത് കാണുന്ന ഇന്റെഗ്യുമെന്റ്സ്. ഇന്റെഗ്യുമെന്റ്സ് എന്തായി ഡെവലപ്പ് ചെയ്യും? സീഡ് കോട്ടായി ഡെവലപ്പ് ചെയ്യും. ഇന്റെഗ്യുമെന്റ്സ് ഡെവലപ്സ് ഇൻ ടു സീഡ് കോട്ട്. ആൻഡ് ഹിയർ മൈക്രോപൈല് കാണാം. ഓപ്പണിംഗ് ആണ് മൈക്രോപൈൽ. സീഡ് കോട്ടില് മൈക്രോപൈല് ചെറിയൊരു ഓപ്പണിംഗ് ആയി തന്നെ നിലനിൽക്കും. പിന്നീട് സീഡ് ജേർമിനേറ്റ് ചെയ്ത് പ്ലാന്റ് ആയി മാറുന്ന സമയത്ത് അതിനാവശ്യമായ ഓക്സിജനും വാട്ടറും എൻറ്റർ ചെയ്യുന്നത് മൈക്രോപൈലിൽ കൂടിയാണ്. So seeds are the final product of sexual reproduction. Seeds means what? Fertilized ovule. Seeds are formed inside fruits. Fruitsന്റെ അകത്താണ് seeds ഫോം ചെയ്യുന്നത്. And seed has seed coat, cotyledon and embryo axis. സീഡിൽ എന്തൊക്കെ കാണാം? സീഡ് കോട്ട്, കോട്ടിലിഡൻ ആൻഡ് എംബ്രിയോ ആക്സിസ്. രണ്ട് ടൈപ്പ് സീഡ്സ് കാണാം. നോൺ ആൽബുമിനസ് സീഡ്സ് ആൻഡ് ആൽബുമിനസ് സീഡ്സ്. നോൺ ആൽബുമിനസ് സീഡ്സ് മീൻസ് നോ റെസിജ്വൽ എൻഡോസ്പേം. എംബ്രിയോ ഗ്രോ ചെയ്യുന്ന സമയത്ത് തന്നെ എൻഡോസ്പേം കംപ്ലീറ്റ് ആയി യൂസ് ചെയ്തു. സോ അതിൽ എൻഡോസ്പേം ബാക്കിയാവത്തില്ല. അങ്ങനെയുള്ള സീഡ്സ് ആണ് നോൺ ആൽബുമിനസ് സീഡ്സ്. എക്സാമ്പിൾ പീ, ഗ്രൗണ്ട്നട്ട് എക്സെട്ര. സെക്കൻഡ് ടൈപ്പ് ആൽബുമിനസ് സീഡ്സ് റീറ്റെയിൻ എ പാർട്ട് ഓഫ് എൻഡോസ്പേം. ഇതിൽ എൻഡോസ്പേം എംബ്രിയോ കംപ്ലീറ്റ് ആയി ഉപയോഗിക്കുന്നില്ല. സോ എൻഡോസ്പേമിന്റെ ഒരു ഭാഗം സീഡ്സിൽ കാണാം. എക്സാമ്പിൾ വീറ്റ്, മൈസ് എക്സെട്ര. നമ്മൾ ന്യൂസെല്ലസ് പഠിച്ചു അല്ലെ. ന്യൂസെല്ലസ് ഓർമ്മ ഉണ്ടല്ലോ ഏത് ഭാഗമാണെന്ന്. സോ ഇൻ സം സീഡ്സ് remnant nucellus is also seen. This residual persistent nucellus is perisperm. ചില സീഡ്സിൽ ന്യൂസെല്ലസ് കൂടി കാണാം. അങ്ങനെ ബാക്കിയാവുന്ന ന്യൂസെല്ലസിനെയാണ് പെരിസ്പേം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ്. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് സീഡ് ഡോർമെൻസി. As the seed matures, its water content is reduced and it becomes dry. സീഡ് മെച്ചർ ആവുന്ന സമയത്ത് അതിന്റെ വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്ത് സീഡ്സ് ഡ്രൈ ആയി മാറും. ദ മെറ്റബോളിക് ആക്ടിവിറ്റി ഓഫ് എംബ്രിയോ സ്ലോ ഡൗൺ. സീഡ്സിന്റെ അകത്തുള്ള എംബ്രിയോന്റെ മെറ്റബോളിക് ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യും. സോ ദ എംബ്രിയോ എൻറ്റർ എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി കോൾഡ് ഡോർമെൻസി. എംബ്രിയോ ഇനാക്റ്റീവ് ആയി മാറും. ആ ഒരു സ്റ്റേജിനെയാണ് ഡോർമെൻസി എന്ന് പറയാം. ദേ ജേർമിനേറ്റ് ഈ ഫേവറബിൾ കണ്ടീഷൻസ് ആർ അവൈലബിൾ. ഫേവറബിൾ ആയ കണ്ടീഷൻസ് വന്നാൽ
ഇതിനകത്തുള്ള എംബ്രിയോ ആക്റ്റീവ് ആകും. ദാറ്റ് മീൻസ് സീഡ് ജേർമിനേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് മോയ്സ്ചർ, ഓക്സിജൻ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. ഇതൊക്കെയാണ് ഫേവറബിൾ കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് ഒക്കെ അവൈലബിൾ ആയാൽ സീഡ്സ് ജേർമിനേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ആയി മാറും. 2 തരത്തിൽ ഫ്രൂട്ട്സ് കാണാം അല്ലെ, ഫ്ലഷി ഫ്രൂട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ്. എങ്ങനെയാണ് ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്ത് 3 ടൈപ്പ് ഫ്രൂട്ട്സ് പറയാം. ട്രൂ ഫ്രൂട്ട്സ്, ഫോൾസ് ഫ്രൂട്ട്സ് ആൻഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. എല്ലാ പ്ലാന്റ്സിലും ഓവറിയാണ് ഫ്രൂട്ടായി ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ആപ്പിൾ, സ്ട്രോബെറി ഇതിൻ്റെയൊക്കെ കേസിൽ തലാമസ് കൂടി ഫ്രൂട്ട് ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിനെയാണ് ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ എക്സെട്ര, thalamus also contribute to fruit formation. Such fruits are called false fruit. But most of the fruits, however, develop only from the ovary and they are called true fruits. Ovary-ന്ന് develop ചെയ്യുന്ന ഫ്രൂട്ട്സിനെയാണ് true fruits എന്ന് പറയാം. And there are few species in which fruits develop without fertilization. Such fruits are called parthenocarpic fruits. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫോം ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. എക്സാമ്പിൾ ബനാന. Then what are the adaptations of seeds? Seedsന്റെ adaptations എന്തൊക്കെയാണ്? Seeds have better adaptive strategies for dispersal to new habitats and help the species to colonize in other areas. Seedsന് ഏത് തരം ഹാബിറ്റാറ്റിലും സർവൈവ് ചെയ്യാനുള്ള അഡാപ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവ മറ്റുള്ള പ്രദേശങ്ങളിൽ പോയാലും അവിടെ കൂട്ടമായി വളരും. They have food reserves. So young seedlings are nourished until they are capable of photosynthesis. സീഡ്സിന് ഫുഡ് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നത് വരെ ചെറിയ പ്ലാന്റ്സിന്, ചെറിയ സാപ്ലിങ്സിന് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. ദ ഹാർഡ് സീഡ് കോട്ട് പ്രൊട്ടക്ട് ദ യങ് എംബ്രിയോ. ഹാർഡ് സീഡ് കോട്ട് എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ് ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഓൾസോ ടു റേസ് ക്രോപ്പ് ഇൻ ദ നെക്സ്റ്റ് സീസൺ. വർഷം മുഴുവനും ഫുഡായും നെക്സ്റ്റ് സീസണിൽ ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനും സീഡ്സിനെ ഉപയോഗിക്കാം. And next one, apomixis. നമ്മൾ നേരത്തെ പറഞ്ഞു seeds are formed without fertilization അല്ലേ. So that is formation of seeds without fertilization is called apomixis. It is a form of asexual reproduction that mimics sexual reproduction. Example, members of Asteraceae and grass also shows apomixis. Development of apomictic seeds. എങ്ങനെയാണ് apomictic seeds ഡെവലപ്പ് ചെയ്യുന്നത് നോക്കാം. Diploid egg cell is formed without reduction division and develops into the embryo without fertilization. Egg cell ഫോം ചെയ്യുന്നത് മിയോസിസ് കൂടാതെയാണ്, വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷൻ. അതിനുശേഷം അത് എംബ്രിയോ ആയി ഡെവലപ്പ് ചെയ്യും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. Nucellar cells divide and protrude into the embryo sac, develops into the embryo. ന്യൂസെല്ലസ് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ സാക്കിലേക്ക് എൻറ്റർ ചെയ്ത് നെക്സ്റ്റ് എംബ്രിയോ ആയി ഡെവലപ്പ് ചെയ്യും. Example in the case of citrus, mango, etc. In such species, each ovule contain many embryos. Occurrence of more than one embryo in a seed is called polyembryony. Polyembryony എന്ന് പറഞ്ഞാൽ ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണുന്ന പ്രോസസ് ആണ്. ഓക്കെ. Apomixis and hybrids. If the seeds collected from hybrids are sown, the plant in the progeny will segregate and do not maintain hybrid characters. ഹൈബ്രിഡ്സിന്റെ സീഡ് വിതച്ചാൽ അതിൽ നിന്നും ഫോം ചെയ്യുന്ന പ്ലാന്റ്സ് ഹൈബ്രിഡ്സിന്റെ ക്യാരക്ടേഴ്സ് കാണിക്കില്ല. സോ ഫാമേഴ്സിന് എല്ലായ്പ്പോഴും ഹൈബ്രിഡ് സീഡ്സ് വാങ്ങേണ്ടി വരും. അത് എക്സ്പെൻസീവ് ആണ്. സോ ഈ ഹൈബ്രിഡ്സിനെ അപ്പോമിക്റ്റിക് ഓർഗാനിസമായി മാറ്റുകയാണെങ്കിൽ സെഗ്രിഗേഷൻ നടക്കില്ല. നെക്സ്റ്റ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് സെയിം ക്യാരക്ടേഴ്സ് കാണിക്കുകയും ചെയ്യും. That is, if these hybrids are made into apomix, there is no segregation of characters in the hybrid progeny. Our second chapter is over. Okay, രണ്ടാമത്തെ ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. If you have any doubt, you can please ask in comment section. Thank you for listening.